നാം ഇന്ന് സമയത്തെക്കുറിച്ചാണ് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമേറിയതും അതേസമയം തന്നെ അതർഹിക്കുന്നതായ പരിഗണന കൊടുക്കാത്തതുമായ ഒന്നാണ് സമയം. നാം അറിയാതെയാണെങ്കിലും ഒരു ഇല പൊഴിയുന്നതായ ലാഘവത്തോടുകൂടി ഓരോ വർഷവും കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഓരോ വർഷങ്ങൾ നമ്മിൽ നിന്നും മാറ്റപ്പെടുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് എന്താണെന്ന് പലപ്പോഴും നാം തിരിച്ചറിയാറില്ല. എല്ലാ വർഷവും പതിവ് പോലെ കേക്ക് മുറിച്ചും അതുപോലെ തന്നെ പടക്കം പൊട്ടിച്ചേക്കുകയും പുതുവർഷം ആഘോഷിക്കുമ്പോൾ നാം ഓരോ വർഷം ചെല്ലുന്തോറും നമ്മുടെ ജീവിത അവസാനത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. സമയനിർമ്മിതമാണ് നമ്മുടെ ജീവിതമെന്ന് പൊതുവെ പറയാറുണ്ട്. നമ്മിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ നാം നഷ്ടപ്പെടുത്തുന്നതായ സമയങ്ങൾ, ആ സമയങ്ങളെ കൊണ്ടാണ് ദൈവം നമ്മുടെ ജീവിതത്തെ പണിതുകൊണ്ടിരിക്കുന്നത്. കാരണം നാം ഈ കൊഴിഞ്ഞു പോകുന്നതായ ഓരോ ദിവസങ്ങളിലെയും സമയത്തിൻ്റെയൊക്കെ വില നാം മനസ്സിലാക്കാതെ പോവുകയാണെങ്കിൽ വാസ്തവത്തിൽ അത് ദൈവ പദ്ധതിയിൽ നമ്മൾ മാറി സഞ്ചരിക്കുന്നവരാണ്. യാതൊരു ചിന്തകളുമില്ലാതെ ഞാൻ എങ്ങോട്ടാണ് കടന്നു പോകുന്നത്, എവിടേക്കാണ് പോകുന്നത്, എൻ്റെ ജീവിതത്തിൻ്റെതായ ലക്ഷ്യമെന്താണ്, ഞാൻ ഈ ഭൂമിയിൽ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത്, ഇങ്ങനെയുള്ളതായ ചിന്തകൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടില്ല എങ്കിൽ നാം വാസ്തവത്തിൽ ദൈവത്തിൻ്റെതായ പദ്ധതിയിൽ നിന്ന് മാറി സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത്. ദൈവം മനുഷ്യനെ നിർമ്മിക്കുന്നതായ സമയത്ത് തന്നെ കാലത്തിൻ്റെയും സമയത്തിൻ്റെയും പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ജീവിക്കുന്ന നിലയിലാണ് മനുഷ്യൻ്റെ ജീവിതത്തെ സംവിധാനം ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ കാലവും സമയവും എല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന വിധത്തിലാണ് മനുഷ്യൻ്റെ ജീവിതത്തെ ദൈവം ക്രമീകരിച്ചിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 14-15 വാക്യങ്ങൾ. പകലും രാവും തമ്മിൽ വേർപിരിവാൻ ആകാശവിധാനത്തിൽ വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ, അവ അടയാളങ്ങളായും കാലം ദിവസം സംവത്സരം എന്നിവ തിരിച്ചറിവാനായും ഉതകട്ടെ. ഭൂമിയെ പ്രകാശിപ്പിപ്പാൻ ആകാശവിധാനത്തിൽ അവ വെളിച്ചങ്ങളായിരിക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. നോക്ക, ദൈവം മനുഷ്യനെ നിർമ്മിക്കുന്നതിന് മുമ്പ് തന്നെ, മനുഷ്യൻ്റെതായ ആ സൃഷ്ടി നടക്കുന്നതിന് മുമ്പ് തന്നെ അവനെക്കുറിച്ചുള്ളതായ അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ളതായ ദൈവിക പദ്ധതി അവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ മനുഷ്യന് വേണ്ടി ലോകത്തെ ദൈവം ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാൻ സാധിക്കും. പാഴും ശൂന്യമായിരുന്നതായ ഭൂമിയെ ദൈവം മനുഷ്യൻ്റെ പാർപ്പിന് ഉതകുന്ന വിധത്തിൽ ഒരുക്കിയെടുക്കുകയായിരുന്നു. സസ്യലതാദികളെ കൊണ്ട് നിറച്ചുകൊണ്ട്, പക്ഷി മൃഗാദികളെ കൊണ്ട് നിറച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഭൂമിയാക്കി മാറ്റിയത് ദൈവം മനുഷ്യന് വേണ്ടി ദൈവം ഭൂമിയെ ഒരുക്കുകയായിരുന്നു ചെയ്തത്. കാലങ്ങൾക്കും സമയങ്ങൾക്കും അതീതമായിട്ട് ജീവിക്കുന്നതായ ദൈവത്തെ സംബന്ധിച്ച് കാലങ്ങളെ തിരിച്ചറിയേണ്ടതിൻ്റെതായ അല്ലെങ്കിൽ സമയങ്ങളെ തിരിച്ചറിയേണ്ടതിൻ്റെതായ ആവശ്യകത ഇല്ലാത്തവനാണ്. അപ്പോൾ ദൈവം സൂര്യനെയും ചന്ദ്രനെയും നിർമ്മിക്കുമ്പോൾ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത് മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യൻ്റെ കാലനിർണയത്തിന് വേണ്ടിയാണ്. അവ അടയാളങ്ങളായും കാലം ദിവസം സംവത്സരം എന്നിവയെ തിരിച്ചറിവാനും ഉതകട്ടെ. അപ്പോൾ ഒരു തിരിച്ചറിവിൻ്റെതായ ആവശ്യകത, മനുഷ്യൻ സമയത്തെ അറിയാൻ കഴിയണം. രാവും പകലും കൊഴിഞ്ഞു പോകുമ്പോൾ, ഓരോ സമയങ്ങളും പിന്നിട്ട് കഴിയുമ്പോൾ
തൻ്റെ ജീവിതത്തിൻ്റെതായ ആയുഷ്കാലമൊക്കെയും മാറിപ്പോവുകയാണ്, അല്ലെങ്കിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതായ ഒരു ബോധത്തിലേക്ക് കടന്നു വരണം. അല്ലെങ്കിൽ ജീവിതത്തെ ശരിയായിട്ടൊന്ന് ക്രമീകരിക്കുവാനുള്ളതായ ഒരു ചിന്ത. ഞാൻ കടന്നു പോകുന്നതായ കാലം തന്നെയാണ് എൻ്റെ ജീവിതം എന്നുള്ളതായ തിരിച്ചറിവിലേക്ക് എത്തുമ്പോൾ അത് വളരെ വളരെ പ്രധാനപ്പെട്ടതായ വിഷയമാണ്. പ്രത്യേകിച്ച് ആത്മീകമായ വിഷയങ്ങളെ സംബന്ധിച്ച് നാം തീരുമാനമെടുക്കുമ്പോൾ ഇന്ന് എന്നതിന് വളരെ പ്രാധാന്യമുണ്ട്. നാം ഒരിക്കലും നാളത്തേക്ക് മാറ്റിവെക്കുവാൻ കഴിയാത്ത, അല്ലെങ്കിൽ നാളെ ആകട്ടെ എന്ന് പറയാൻ കഴിയാത്തതായ, ഒരുപക്ഷെ ന്യൂ ഇയറിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നാളത്തേക്ക് അല്ലെങ്കിൽ ഒരു വർഷത്തേക്കുള്ളതായ തീരുമാനങ്ങൾ. നാളെ മുതൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോവുകയാണ്, നാളെ മുതൽ ഇങ്ങനെയൊക്കെ നടപ്പാക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ തിരുത്താൻ പോവുകയാണ്. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ നാളെയെ സംബന്ധിച്ചുള്ളതായ നിയന്ത്രണമില്ലാത്തവനാണ്. അവൻ അന്നന്നത്തെ ദിവസത്തിൻ്റെതായ ആ ഒരു തലങ്ങളിലൂടെ മാത്രം, അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കേണ്ടത്, ഇപ്പോൾ ഞാൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഇത് മാത്രമാണ് അവന് തീരുമാനിക്കുവാൻ കഴിയുന്നത്. 2 കൊരിന്ത്യർ 6-ാം അധ്യായം 1-2 വാക്യങ്ങൾ. നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത് എന്ന് ഞങ്ങൾ സഹപ്രവർത്തിക്കാരായി നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരളി, രക്ഷാ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു എന്ന് അവൻ അരുളി ചെയ്യുന്നുണ്ട്. ഇപ്പോഴാകുന്നു സുപ്രധാന കാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. നമുക്ക് ദൈവത്തിൻ്റെതായ അപ്പോസ്തലന്മാർ പറയാണ്, നിങ്ങൾക്ക് ദൈവത്തിൻ്റെതായ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത്. ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം നൽകുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ഓരോ സൂര്യോദയം കാണുവാനും ദൈവം അനുവദിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പകലിലൂടെ നമ്മെ കടത്തിവിടുമ്പോൾ, നമുക്ക് ചെയ്തു തീർക്കുവാനുള്ളതായ പ്രവൃത്തി തികക്കുവാൻ വേണ്ടിയുള്ളതായ സമയത്തെയാണ് ദൈവം നൽകുന്നത്. അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ നമുക്കുള്ള അവസരങ്ങളാണ്, ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനുള്ള അവസരങ്ങളാണ് ഓരോ ദിവസവും എന്ന് പറയുന്നത്. പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി, രക്ഷാ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു എന്ന് അരുളിച്ചേരിക്കുന്നല്ലോ. അല്ലെങ്കിൽ ദൈവം തൻ്റെ രക്ഷയെ വെളിപ്പെടുത്തുന്നതായ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനുള്ളതായ നിർദ്ദേശങ്ങൾ നൽകുമ്പോൾ, ജീവിതത്തെ ഒന്ന് ഒരുക്കിയെടുക്കാനുള്ളതായ നിർദ്ദേശങ്ങൾ നൽകുമ്പോൾ, അത് മനസ്സിലാക്കാൻ കഴിയുന്നിടത്താണ് നമ്മുടെ വിജയം ഇരിക്കുന്നത്. ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം, അല്ലെങ്കിൽ അത് നാളത്തേക്ക് മാറ്റിവെക്കേണ്ടതായ ഒന്നല്ല. അല്ലെങ്കിൽ നാളെ തൊട്ട് ബൈബിൾ വായിച്ചു തുടങ്ങാം, നാളെ തൊട്ട് പ്രാർത്ഥിച്ചു തുടങ്ങാം എന്നുള്ളതായ ഒരു ചിന്താഗതി തെറ്റാണ്. കാരണം നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് നമുക്ക് ഇന്ന് എന്ന് പറയുന്നതിന് മാത്രമാണ് പ്രാധാന്യമുള്ളത്. കാരണം നമുക്ക് അങ്ങനെ പറയാൻ കഴിയുന്നത് നാളെ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് ഇന്ന് അറിയുവാൻ കഴിയാത്തതായ ജീവിതത്തിലാണ്. അല്ലെങ്കിൽ തൊട്ടടുത്തതായ സമയത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് വാസ്തവത്തിൽ അറിയാൻ കഴിയില്ല. അടുത്ത സമയത്തെ കാര്യങ്ങൾ പോലും തീരുമാനിക്കുവാൻ കഴിയാത്ത വണ്ണം ബലഹീനമായ ഒരു ജീവിതത്തിലുടമകളാണ് നമ്മൾ ഓരോരുത്തരും. യാക്കോബ് 4-ാം അധ്യായം 13-14 വാക്യങ്ങൾ. ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭം ഉണ്ടാക്കുമെന്ന് പറയുന്നവരെ കേൾപ്പിൻ. നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്, അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവി എന്ത്. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന് ഇന്നിന്നത് ചെയ്യും എന്നല്ലയോ പറയേണ്ടത്.
നിങ്ങൾ വമ്പ് പറഞ്ഞ് പ്രശംസിക്കുന്നു. ഈ വക പ്രശംസയെല്ലാം ദോഷമാകുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെതായ ഒരു നൈമിഷികമായ സ്വഭാവം, അല്ലെങ്കിൽ ദൈവം അതിനെ എങ്ങനെയാണ് ഇന്ന് മെനഞ്ഞിരിക്കുന്നതെന്നുള്ളതായ തിരിച്ചറിവ്, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിന് യാതൊരുവിധ ഉറപ്പുമില്ലാത്തതായ ഒരു തലത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. എന്നെ സംബന്ധിച്ച് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഓരോ ദിവസവും ജീവിക്കാൻ കഴിയുക എന്നതാണ് ഏറ്റവും പ്രാധാന്യമേറിയതായ വിഷയം. ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കുമെന്ന് പറയുന്നവരെ കേൾപ്പീൻ. ദൈവത്തെ കൂടാതെയുള്ളതായ അല്ലെങ്കിൽ ജീവിത വിജയങ്ങൾ കൈവരിക്കാൻ വേണ്ടിയുള്ളതായ ആ ഓട്ടത്തിനിടയിൽ അവരോട് പറയുകയാണ്, നിങ്ങൾ കേൾക്കണം, നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത് അല്പനേരത്തേക്ക് കാണുന്നത് പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. നമുക്ക് നിർവചിക്കാൻ കഴിയാത്തതായ ഒരു ജീവിതത്തിൻ്റെതായ അവസ്ഥകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നാളത്തേത് നിങ്ങൾ അറിയുന്നില്ല, അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയില്ല. നാളെ നമ്മുടെ ജീവിതമുണ്ടോ ഇല്ലയോ എന്ന്. എൻ്റെ ഇന്ന് മാത്രമേ എനിക്ക് അറിയാൻ കഴിയുള്ളൂ, എനിക്ക് ഇന്ന് മാത്രമേ ജീവിക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നതായ കാര്യങ്ങൾ ഇന്ന് മാത്രമേ എനിക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. സദൃശവാക്യം 27:1. നാളത്തെ ദിവസം ചൊല്ലി പ്രശംസിക്കരുത്, ഒരു ദിവസത്തിൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് അറിയുന്നില്ല. നോക്കാം, നാളത്തെ ദിവസത്തെ ചൊല്ലി, ദിവസം ചൊല്ലി പ്രശംസ, അല്ലെങ്കിൽ നാളത്തെ ദിവസം സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെ ചൊല്ലി പ്രശംസിക്കരുത്. ഒരു ദിവസത്തിൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് അറിയുന്നില്ലല്ലോ. ഒരിക്കലും തെറ്റായിട്ട് മനസ്സിലാക്കരുത്. നാളത്തെ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് ജീവിക്കുന്നതിനെ തെറ്റായിട്ട് പരാമർശിക്കുന്നതല്ല. ദൈവത്തെ കൂടാതെ നമ്മുടെ ജീവിതം നമ്മൾ പണിയാൻ ശ്രമിക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഒരു ദിവസത്തിൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് അറിയുന്നില്ലല്ലോ. ആ വിഷയത്തിൽ മാത്രം, ഭാവിയെ സംബന്ധിച്ചുള്ള വിഷയത്തിൽ മാത്രം നാം അജ്ഞരാണ്. സഭാപ്രസംഗി 6:12. അവൻ നിഴൽ പോലെ മനുഷ്യന്റെ ജീവിതകാലത്ത് അവൻ നിഴൽ പോലെ കഴിച്ചുകൂട്ടുന്ന വ്യർത്ഥമായുള്ള ആയുഷ്കാലത്തൊക്കെയും അവന് എന്താകുന്നു നല്ലതെന്ന് ആർക്കറിയാം. അവന്റെ ശേഷം സൂര്യന് കീഴെ എന്ത് സംഭവിക്കുമെന്ന് മനുഷ്യനോട് ആർ അറിയിക്കും. നമുക്ക് മനുഷ്യന്റെ ജീവിതകാലത്തെ കുറിച്ച് പറയാം. അവൻ നിഴൽ പോലെ കഴിച്ചുകൂട്ടുന്ന വ്യർത്ഥമായുള്ള ആയുഷ്കാലം. നമ്മുടെ ജീവിതത്തിന് അർത്ഥവും വ്യാപ്തിയും കൈവരുന്ന, അല്ലെങ്കിൽ ഒരു അർത്ഥമുണ്ടാകുന്നത് ദൈവത്തോട് ബന്ധപ്പെട്ടിരിക്കുമ്പോഴാണ്. അല്ലാത്ത ജീവിതങ്ങളെല്ലാം വ്യർത്ഥമായിട്ട് മാറുകയാണ്. 8-ാം അധ്യായം 6-7. സകല കാര്യത്തിന് കാലവും ന്യായവും ഉണ്ടല്ലോ. മനുഷ്യന്റെ അരിഷ്ടത അവന് ഭാരമായിരിക്കുന്നു. സംഭവിക്കാനിരിക്കുന്നത് അവൻ അറിയുന്നില്ല. അതെങ്ങനെ സംഭവിക്കുമെന്ന് അവനോട് ആർ അറിയിക്കും. നോക്ക്, ഇതെല്ലാം നമ്മുടെ ജീവിതത്തെ സംബന്ധിക്കുന്നതായ ദൈവത്തിൻ്റെതായ വെളിപാടുകളാണ്. ശലോമോൻ എന്നുള്ളതായ വ്യക്തി തൻ്റെ ജീവിതത്തിൽ ദൈവത്തെ കൂടാതെയുള്ളതായ ജീവിതം നയിച്ചതായ ഒരു കാലഘട്ടത്തിൽ നിന്നും ഇറങ്ങി വന്നുകൊണ്ട് ദൈവത്തെ കൂടാതെ സന്തോഷം അന്വേഷിച്ചുകൊണ്ട് യാത്ര ചെയ്തതായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. തനിക്ക് ജീവിതത്തിൽ ഏറ്റവും നല്ലതേതെന്ന് തിരഞ്ഞുകൊണ്ട് ജീവിച്ചതായ ഒരു സമയമുണ്ടായിരുന്നു. അങ്ങനെ മനുഷ്യ ജീവിതത്തെ മുഴുവനായി സമൂലമായിട്ട് പരിശോധിച്ച് അവന് മനസ്സിലാക്കാൻ കഴിഞ്ഞു അവൻ്റെ വ്യർത്ഥത എന്താണെന്ന്, അതിൻ്റെ നിരർത്ഥത എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞതായ ചിന്തകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. 9-ാം അധ്യായം 12. മനുഷ്യൻ തന്റെ കാലം അറിയുന്നില്ലല്ലോ. വല്ലാത്ത വലയിൽ പിടിപെടുന്ന മത്സ്യങ്ങളെ പോലെയും കെണിയിലകപ്പെടുന്ന പക്ഷികളെ പോലെയും മനുഷ്യർ പെട്ടെന്ന് വന്നുകൂടുന്ന ദുഷ്കാലത്ത് കെണിയിൽ കുടുങ്ങിപ്പോയി.
നോക്കാം, മനുഷ്യൻ തൻ്റെ കാലം അറിയുന്നില്ല. അല്ലെങ്കിൽ ഒരു മത്സ്യത്തെ പോലെ, പക്ഷിയെ പോലെ അവരെ സംബന്ധിച്ച് അവർക്ക് കടന്നു വരാനിരിക്കുന്നതായ ആപത്തുകളെക്കുറിച്ച്, പുഴയിൽ നീന്തി തുടിക്കുന്നതായ മത്സ്യത്തെ സംബന്ധിച്ച് അതിൻ്റെ മീതെ വിരിയാൻ പോകുന്ന ഒരു വലയെക്കുറിച്ചുള്ളതായ യാതൊരു സൂചനയും കിട്ടുന്നില്ല. കരക്ക് നിൽക്കുന്നതായ മനുഷ്യൻ എറിയുന്നതായ വലയെക്കുറിച്ച് അവന് യാതൊരു കാഴ്ചപ്പാടില്ല. എപ്പോഴും സന്തോഷകരമായ ജീവിതം മാത്രമാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് തനിക്ക് മീതെ ഉയരുന്നതായ വലയെക്കുറിച്ചുള്ള യാതൊരു ബോധവുമില്ലാതെ ജീവിക്കുന്ന മത്സ്യത്തെ പോലെയാണ് ഓരോ മനുഷ്യനും. കെണിയിൽ അകപ്പെടുന്നതായ പക്ഷിയെ പോലെയാണ്. പെട്ടെന്ന് വന്നുകൂടുന്ന ദുഷ്കാലത്ത് കെണിയിൽ കുടുങ്ങിപ്പോകുന്നു. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതത്തെ ദൈവം മെനഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ളതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. 10-ാം അധ്യായം 14-ാം വാക്യം. ഭോഷൻ വാക്കുകളെ വർദ്ധിപ്പിക്കുന്നു, സംഭവിക്കാനിരിക്കുന്നത് മനുഷ്യൻ അറിയുന്നില്ല. നോക്കുക, സംഭവിക്കാനിരിക്കുന്നത് മനുഷ്യൻ അറിയുന്നില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് എന്നതിന് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് നാം മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ച് അജ്ഞരായ ഒരു ജീവിതം, അല്ലെങ്കിൽ അജ്ഞാതമായ ഭാവിയെ ചൊല്ലി, അല്ലെങ്കിൽ ആ ഭാവിയുടേതായ അവസ്ഥയിലാണ് നാം ജീവിക്കുന്നത്. മറ്റൊരു കാരണമെന്ന് പറയുന്നത്, നാം എപ്പോൾ വരെ ഈ ഭൂമിയിൽ ഉണ്ടാകുമെന്ന് നമുക്ക് ആർക്കും നിശ്ചയമില്ല. അല്ലെങ്കിൽ എത്രത്തോളം കാലമാണ് എൻ്റെ ആയുഷ്കാലം എന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല. ഉൽപ്പത്തി 47-9 വാക്യം. യാക്കോബ് തൻ്റെ ജീവിത അവസാനത്തിലേക്ക് വരുമ്പോൾ തൻ്റെ ജീവിതത്തെക്കുറിച്ച് മുഴുവനായിട്ട് അവൻ സംഗ്രഹിച്ചുകൊണ്ട് പറയുന്നതായൊരു വാക്കുണ്ട്. 47-9. യാക്കോബ് ഫറവോനോട്, എന്റെ പരദേശ പ്രയാണത്തിന്റെ കാലം 130 സംവത്സരമായിരുന്നു. ആയിരിക്കുന്നു. എന്റെ ആയുഷ്കാലം ചുരുക്കവും കഷ്ടമുള്ളതും അത്രേ. എന്റെ പിതാക്കന്മാരുടെ പരദേശ പ്രയാണമായ ആയുഷ്കാലത്തോളം എത്തിയിട്ടുമില്ല എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ പരദേശ പ്രയാണത്തിൻ്റെ കാലം, അല്ലെങ്കിൽ മറ്റൊരു ദേശത്തേക്കുള്ളതായ എൻ്റെ യാത്രയുടെ ഈ ഒരു കാലയളവെന്ന് പറയുന്നത് ഇത്രത്തോളമാണ്. അതിൻ്റെ കഷ്ടവും, അല്ലെങ്കിൽ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, 130 സംവത്സരമായിരിക്കും എൻ്റെ ആയുഷ്കാലം ചുരുക്കവും കഷ്ടമുള്ളതുമാണ്. എങ്ങനെയൊക്കെ കൂട്ടിക്കൊഴിച്ചാലും ജീവിതത്തിൽ എല്ലായ്പ്പോഴും ജീവിതം ദുഃഖങ്ങൾ മാത്രമാണ്. അല്ലെങ്കിൽ സങ്കീർത്തനത്തിൽ പറഞ്ഞ പോലെ അതിൻ്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥ പോലും കഷ്ടതകളാണ്. 1 ദിനവൃത്താന്തം 29-15. 1 ദിനവൃത്താന്തം. ഞങ്ങൾ നിന്റെ മുമ്പാകെ ഞങ്ങളുടെ സകല പിതാക്കന്മാരെ പോലെ അതിഥികളും പരദേശികളുമാകുന്നു. ഭൂമിയിൽ ഞങ്ങളുടെ ആയുഷ്കാലം ഒരു നിഴൽ പോലെയത്ര, യാതൊരു സ്ഥിരതയുമില്ല. നോക്കുക, അവിടെ പറയാണ്, ഞങ്ങളുടെ സകല പിതാക്കന്മാരെ പോലെ അതിഥികളും പരദേശികളുമാകുന്നു. തികച്ചും ആത്മികമായൊരു കാഴ്ചപ്പാടുള്ളതായ മനുഷ്യൻ്റെ ചിത്രമാണത്. ഒന്ന്, ഭൂമിയിൽ അതിഥികളായിട്ട് ജീവിക്കുന്നവരാണ്. അല്ലെങ്കിൽ ഒരു വീട്ടിലേക്ക് അതിഥികൾ കടന്നു വരുന്നത് പോലെയാണ് നാം ഭൂമിയിലേക്ക് വരുന്നത്. അതിഥികൾ എല്ലാ കാലവും ഒരു വീട്ടിൽ ചെന്ന് കഴിയാറില്ല. അത് 2-3 അല്ലെങ്കിൽ 3-4 ദിവസം അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞിട്ട് അവർ മടങ്ങി തങ്ങളുടേതായ വീട്ടിലേക്ക് മടങ്ങിപ്പോകും. അവർക്കൊരിക്കലും വന്നു കയറുന്ന വീട്ടിൽ സ്ഥിരതാമസത്തിന് അർഹതയില്ല. അല്ലെങ്കിൽ എന്നേക്കും ജീവിക്കുമെന്ന് യാതൊരു വിധത്തിലും പറയാൻ സാധിക്കില്ല. അവിടെ പറയാണ്, ഞങ്ങൾ ഓരോരുത്തരും അതിഥികളെ പോലെയാണ്. കുറച്ച് കാലം ഇവിടെ ജീവിച്ചിട്ട് മടങ്ങിപ്പോകാൻ വേണ്ടി കടന്നു വരുന്നവർ. മാത്രമല്ല പരദേശികളെ പോലെയാണ്. അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നവരെ കൂട്ടാണ്. ഞങ്ങളുടെ ആയുഷ്കാലം ഒരു നിഴൽ പോലെ അത്ര, യാതൊരു സ്ഥിരതയുമില്ല. യോബിന്റെ പുസ്തകം 7-6 വാക്യം. എന്റെ നാളുകൾ നെയ്ത്തോടത്തിലും വേഗതയുള്ളത്, പ്രത്യാശ കൂടാതെ അവ ഒഴിഞ്ഞു പോകുന്നു. എൻ്റെ നാളുകൾ നെയ്ത്തോടത്തിലും വേഗതയുള്ള, അല്ലെങ്കിൽ
ഒരു തുണി അല്ലെങ്കിൽ വസ്ത്രം നെയ്യുന്നതായ ആ ഒരു തറിയുടെ ഒരറ്റത്തു നിന്നും എറിയുന്നതായ ആ ഓടം മറ്റേ അറ്റത്തു നിന്ന് എത്തുന്നതായ ആ ദൂരം മാത്രം അത്രമാത്രം വേഗതയുള്ളതാണ്. 14:1-2. സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായുസുള്ളവനും സമ്പൂർണനുമാകുന്നു. അവൻ പൂ പോലെ വിടർന്നു ഒഴിഞ്ഞു പോകുന്നു, നിലനിൽക്കാതെ നിഴൽ പോലെ ഓടിപ്പോകുന്നു. പൂ പോലെ വിടർന്ന് കൊഴിഞ്ഞു പോകുന്നതായ ജീവിതം ചിന്തിക്കാൻ പറ്റില്ല. ഇത്രമാത്രം മനോഹരമായ പുഷ്പം, അതിന് വളരെ ആയുസ് കുറവാണ്. അതുപോലെയാണ് ഓരോ മനുഷ്യൻ്റെതായ ജീവിതമെന്ന് പറയുന്നത്. 39 സങ്കീർത്തനം 39:5. ഇതാ നീ എന്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. എന്റെ ആയുസ് നിന്റെ മുമ്പാകെ ഏതുമില്ലാത്തതുപോലെ ഇരിക്കുന്നു. ഏതു മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രേ. നീ എൻ്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയപ്പോൾ നമ്മൾ കാണുന്നതിനും അപ്പുറമാണ് ജീവിതത്തെക്കുറിച്ചുള്ളതായ കാഴ്ചപ്പാടുകൾ ദൈവത്തിന്. ദൈവം അങ്ങനെയാണ് അതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നാളെക്കുറിച്ച് നമുക്ക് തീരുമാനമെടുക്കാൻ പറ്റില്ല. ഇന്ന് നമ്മൾ തീരുമാനമെടുക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന് തൊട്ട് അത് ചെയ്യുന്നുവെങ്കിൽ, ഇപ്പോൾ മുതൽ ചെയ്യാൻ തുടങ്ങുന്നുവെങ്കിൽ അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കാര്യം. യേശുവിനെ കുറിച്ച് കാണാൻ കഴിയുമ്പോൾ നമുക്ക് കാണുന്നത് അവൻ്റെ ജീവിതം എപ്പോഴും സമയബന്ധിതമായിട്ട് അവൻ അവസാനിപ്പിച്ചവനാണ്. തന്നെക്കുറിച്ചുള്ളതായ ദൈവിക പദ്ധതികളൊക്കെ നിരന്തരമായി മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ ഓരോ നാഴികകളെക്കുറിച്ചും തിരിച്ചറിവുള്ളവരായിട്ട് താൻ ഭൂമിയിൽ ജീവിക്കുകയുണ്ടായി. യോഹന്നാൻ 17:4. യോഹന്നാൻ 17:4. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാനുള്ള പ്രവൃത്തി തികച്ചിരിക്കുന്നു. യേശു തൻ്റെ ജീവിത അവസാനത്തിലേക്ക് കടന്നു വന്നപ്പോൾ തൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുന്നതായ സമയത്ത്, അല്ലെങ്കിൽ തൻ്റെ ഏറ്റവും അവസാനം ഭൂമിയിലുള്ളതായ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ പറയാണ്, ഞാൻ ഭൂമി നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്നിരിക്കുന്ന പ്രവൃത്തി തികച്ചിരിക്കുക, അല്ലെങ്കിൽ നീ എന്നെ ഏൽപ്പിച്ചതുപോലെ തന്നെയാണ് ഞാൻ ജീവിച്ചിട്ടുള്ളത്. നീ എന്നെ ഏൽപ്പിച്ചതായ ഒരു പ്രവൃത്തിയും ചെയ്യാതെ മിച്ചം വെച്ചിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും എൻ്റെ സമയത്തെ കളഞ്ഞവനല്ല. ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൻ്റെതായ ഒരു സമയവും വ്യർത്ഥമാക്കി കളഞ്ഞിട്ടില്ല. ഞാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പുറകെ പോയിട്ടില്ല. നിന്റെ പ്രവൃത്തിയെ തീർക്കാൻ വേണ്ടിയാണ് ഞാൻ ജീവിച്ചത്. 7-ാം അധ്യായം 3-6 വരെ. യോഹന്നാൻ. അവന്റെ സഹോദരന്മാർ അവനോട്, നീ ചെയ്യുന്ന പ്രവൃത്തികളെ നിന്റെ ശിഷ്യന്മാർ കാണേണ്ടതിന് ഇവിടം വിട്ട് യഹൂദിയിലേക്ക് പോകുക. പ്രസിദ്ധനാകുവാൻ ആഗ്രഹിക്കുന്നവർ ആരും രഹസ്യത്തിൽ ഒന്നും ചെയ്യുന്നില്ലല്ലോ. നീ ഇത് ചെയ്യുന്നുവെങ്കിൽ ലോകത്തിന് നിന്നെ തന്നെ വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞു. അവന്റെ സഹോദരന്മാരും അവനിൽ വിശ്വസിച്ചില്ല. യേശു അവരോട്, എന്റെ സമയം ഇതുവരെ വന്നിട്ടില്ല, നിങ്ങൾക്കോ എല്ലായ്പ്പോഴും സമയം തന്നെ. നോക്ക, ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തേണ്ടതായ സമയം ഇതുവരെ വന്നിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് പോലെ ലോകത്തിന് മുമ്പാകെ എന്നെ വെളിപ്പെടുത്തേണ്ടതായ സമയം ഇതുവരെ വന്നിട്ടില്ല. 13:1. പെസഹ പെരുന്നാളിന് മുമ്പേ താൻ ഈ ലോകം വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് താൻ ഓരോ ദിവസവും തൻ്റെ ഷെഡ്യൂൾ അനുസരിച്ച് കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. പെസഹ പെരുന്നാളിന് മുമ്പേ താൻ ഈ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തൻ്റെ ജീവിതത്തിൽ തൻ്റെ അവസാന സമയത്തിലേക്ക് കടക്കുമ്പോൾ തനിക്കറിയാൻ കഴിയും, തനിക്ക് ഇത്ര നാഴിക കൂടി, ഇത്ര ദിവസം കൂടി മാത്രമേ ഈ ഭൂമിയിൽ അവസരമുള്ളൂ. എല്ലാം മനസ്സിലാക്കിയിട്ടാണ് യേശു തൻ്റെ ജീവിതം നടത്തി അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. യോഹന്നാൻ 12:20-24 വരെ. പെരുന്നാളിൽ നമസ്കരിപ്പാൻ വന്നവരിൽ ചില യവനന്മാർ ഉണ്ടായിരുന്നു. ഇവർ ഗലീലയിലെ ബെത്സയിദക്കാരനായ ഫിലിപ്പോസിന്റെ അടുക്കൽ ചെന്ന അവനോട്, യജമാനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണാൻ താല്പര്യമുണ്ട് എന്ന് അപേക്ഷിച്ചു. ഫിലിപ്പോസ് ചെന്ന് അന്ത്രയോസിനോട് പറഞ്ഞു. അന്ത്രയോസും ഫിലിപ്പോസും കൂടെ ചെന്ന് യേശുവിനോട് പറഞ്ഞു,
യേശു അവരോട് ഉത്തരം പറഞ്ഞത്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പോടി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തു എങ്കിലോ വളരെ വിളവുണ്ടാകും. തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതായ തിരക്കുകളോ, തന്നെ കാണാൻ കടന്നു വരുന്നതായ ജനങ്ങളോ, താൻ അഭിമുഖീകരിക്കുന്നതായ കാര്യങ്ങളോ ഒന്നും തന്നെ തൻ്റെ ജീവിതത്തിൻ്റെതായ ഗതിയെ ഒരു തരത്തിലും സ്വാധീനിച്ചില്ല. യേശുവിനെ അവർ കാണാൻ ആഗ്രഹിച്ച് കടന്നു വരുമ്പോൾ യേശു അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. ഞാനിതാ ഒരു ഗോതമ്പ് ചെടി പോലെ താഴേക്ക് വീണുകൊണ്ട് മണ്ണോട് മണ്ണായിട്ട് അലിഞ്ഞു ചേർന്നിട്ട് അതിൽ നിന്നും 100,000 ഗോതമ്പുകൾ വിതക്കുന്നത് പോലെ മനുഷ്യൻ എൻ്റെ മരണത്തിലൂടെ ഉയർത്തെഴുന്നേൽക്കാൻ പോവുകയാണ്, ജീവനെ പ്രാപിക്കാൻ പോവുകയാണ്. അതാണ് തൻ്റെ ഹൃദയത്തിലുടനീളം നിറഞ്ഞു നിൽക്കുന്നത്. യോഹന്നാൻ 17:1. ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗ്ഗത്തിലേക്ക് നോക്കി പറഞ്ഞതെന്നാൽ, പിതാവേ, നാഴിക വന്നിരിക്കുന്നു, നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിനെ പുത്രനെ മഹത്വപ്പെടുത്തണമേ. താൻ കടന്ന് അല്ലെങ്കിൽ താൻ തൻ്റെ ആ ദൗത്യ നിർവഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പറയുകയാണെന്ന്, എൻ്റെ പിതാവേ, നാഴിക വന്നിരിക്കുന്നത്, സമയം അടുത്തിരിക്കുകയാണ്. മത്തായി 26:18-45. അതിന് അവൻ പറഞ്ഞത്, നിങ്ങൾ നഗരത്തിൽ ഇന്നവന്റെ അടുക്കൽ ചെന്ന്, എന്റെ സമയം അടുത്തിരിക്കുന്നു, ഞാൻ എന്റെ ശിഷ്യന്മാരുമായി നിന്റെ അടുക്കൽ പെസഹ കഴിക്കുമെന്ന് ഗുരു പറയുന്നു എന്ന് പറയും. നമുക്ക് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നു, യേശു ദൈവമായതുകൊണ്ട് അവൻ കാലങ്ങളെ സമയങ്ങളെ മുൻകൂട്ടി അറിയാൻ കഴിയുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചുള്ളതായ അറിവുള്ളത് കൊണ്ടാണ് അവനിങ്ങനെ സമയത്തെ ക്രമീകരിക്കാൻ കഴിയുന്നതെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കും. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഇന്ന തീയതി ഇന്ന ദിവസം ഒരു കാര്യം സംഭവിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഒരു പരീക്ഷ നടക്കാൻ പോവുകയാണ്, ഞാൻ അത് എഴുതേണ്ടവനാണ്, അല്ലെങ്കിൽ ഞാൻ അതിനുവേണ്ടി സമയങ്ങളെ ക്രമീകരിക്കേണ്ടവനാണ്. അത് മനസ്സിലാക്കി നാം ചെയ്യാൻ കഴിയുന്നെങ്കിൽ നമുക്ക് പറയാൻ കഴിയും, ഭാവിയെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ നമ്മൾ അതിൽ പോലും പരാജയപ്പെടുന്നവരാണ്. എഫേസ്യ ലേഖനം 5-ാം അധ്യായം. സമയത്തെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കി ഉപയോഗിക്കുന്നവനാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ നന്മ കണ്ടെത്തുന്നവൻ. എഫേസ്യർ 5:15-17 വരെ. ആകയാൽ ജ്ഞാനത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് നടപ്പാൻ നോക്കുകയും, ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുന്നു. നമുക്ക് ആകയാൽ സൂക്ഷ്മത്തോട് അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ അല്ലെങ്കിൽ ജീവിക്കുവാൻ നോക്കുവിൻ. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവിൻ. ഇത് വളരെ ദുഷ്കാലം, അല്ലെങ്കിൽ നാം വളരെ കരുതലോടും അല്ലെങ്കിൽ ക്രമീകരണങ്ങളോടും നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരവും നമ്മൾ സമയത്തെ ശരിയായിട്ട് ഉപയോഗിച്ചുകൊണ്ട് നടന്നാൽ പോലും നാം പരാജയപ്പെട്ടു പോകാനുള്ള സാധ്യതയുള്ള ജീവിതമാണ്. സൂക്ഷ്മത്തോട് അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവിൻ. ഇത് ദുഷ്കാലമാകിയ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവിൻ. ലഭിക്കുന്നതായ ഓരോ സമയങ്ങളും ഓരോ അവസരങ്ങളാണ്, ചാൻസുകളാണ്, മുന്നോട്ട് കുതിക്കുവാനുള്ള അവസരങ്ങളാണ്. അത് ഇപ്പോൾ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ പിന്നീട് ഒരിക്കലും നമുക്കത് ലഭ്യമല്ല എന്നാണ് വാസ്തവം നമുക്ക് കാണാൻ കഴിയുന്നത്. നാം ഇപ്പോൾ ആ സമയം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നമുക്കൊരിക്കലും പിന്നീട് ആ സമയം ലഭ്യമല്ല. അത് ദൈവത്തിൻ്റെതായ വ്യവസ്ഥയാണ്. യോഹന്നാൻ 12-ാം അധ്യായം 35-36. അതിന് യേശു അവരോട്, ഇനി കുറെ കാലം മാത്രം വെളിച്ചം നിങ്ങളുടെ ഇടയിൽ ഇരിക്കും. ഇരുൾ നിങ്ങളെ പിടിക്കാതിരിക്കാൻ നിങ്ങൾക്ക് വെളിച്ചം ഉള്ളിടത്തോളം നടന്നുകൊള്ളുവിൻ. ഇരുളിൽ നടക്കുന്നവൻ താൻ എവിടെ പോകുന്നു എന്ന് അറിയുന്നില്ലല്ലോ. നിങ്ങൾ വെളിച്ചത്തിന്റെ മക്കളാകേണ്ടതിന് വെളിച്ചം ഉള്ളിടത്തോളം വെളിച്ചത്തിൽ വിശ്വസിപ്പിൻ എന്ന് പറഞ്ഞു. നമുക്ക് മുന്നോട്ട് പോകാനും തീരുമാനങ്ങൾ എടുക്കാനും നടപ്പാക്കാനുള്ളതായ ഒരു സമയം ദൈവം വെച്ചിട്ടുണ്ട്. വെളിച്ചമുള്ളിടത്തോളം നടന്നുകൊള്ളുവിൻ. അല്ലെങ്കിൽ വഴി കാണിക്കുവാൻ ദൈവം നിങ്ങളുടെ കൂടെ ഉള്ളിടത്തോളം കാലം നിങ്ങൾ നടന്നുകൊള്ളണം. ഇനി കുറേ കാലം മാത്രം വെളിച്ചം നിങ്ങളുടെ ഇടയിൽ ഇരിക്കും.
ഞാൻ എല്ലാ കാലത്തും നിങ്ങളുടെ കൂടെ ഇരിക്കാൻ പോകുന്നില്ല, അല്ലെങ്കിൽ എല്ലാ സമയവും നിങ്ങളുടെ കൂടെ ഉണ്ടാകില്ല. കുറേ സമയത്തേക്ക് മാത്രമേ ഞാൻ ഉണ്ടാവുകയുള്ളൂ. ആ ഉള്ളിടത്തോളം കാലം നിങ്ങൾ ഇരിക്കുന്ന ഈ വെളിച്ചത്തിൽ നടക്കണം. ഇരുൾ നിങ്ങളെ പിടിക്കാതിരിപ്പാൻ നിങ്ങൾക്ക് വെളിച്ചമുള്ളിടത്തോളം നടന്നുകൊള്ളുവിൻ. ഇരുളിൽ നടക്കുന്നവൻ താൻ എവിടെ പോകുമെന്ന് അറിയുന്നില്ലയോ? നിങ്ങൾ വെളിച്ചത്തിൻ്റെ മക്കളാകേണ്ടതിന് വെളിച്ചമുള്ളിടത്തോളം വെളിച്ചത്തിൽ വിശ്വസിപ്പിൻ. ദൈവം തരുന്നതായ ഓരോ അവസരങ്ങളും വെളിച്ചങ്ങളാണ്, നടക്കാനുള്ള വഴികളാണ്, വഴികാട്ടികളാണ്. അത് നമുക്ക് നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ നമുക്കൊരിക്കലും തിരിച്ചു കിട്ടില്ല. റോമാലേഖനം 13-ാം അധ്യായം 11 മുതൽ 14 വരെ. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണർവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയാൽ തന്നെ പറഞ്ഞു. നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. രാത്രി കഴിവാറായി പകൽ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ വച്ചു കളഞ്ഞു വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചു കൊടുക്കാം. പകൽ സമയത്ത് എന്ന പോലെ നാം മര്യാദയായി നടക്കാം. വെറുക്കൂത്തലുകളിലും മദ്യപാനങ്ങളിലുമല്ല, ശയനമോഹങ്ങളിലും ദുഷ്കാമത്തിലുമല്ല, പിണക്കത്തിലും അസൂയയിലും അല്ല, കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവിൻ. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. ഇത് ചെയ്യേണ്ടതിന് ഉറക്കത്തിൽ നിന്നും ഉണരുവാനുള്ള നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയുകയാൽ തന്നെ. സമയത്തെ അറിയുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ലഭിക്കുന്നതായ അവസരത്തിൻ്റെതായ പ്രാധാന്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ അതൊരു ഉറക്കത്തിൽ നിന്നും ഉണരുന്നത് പോലെയാണ്. ഉറങ്ങിക്കിടക്കുന്നതായ മനുഷ്യനെ സംബന്ധിച്ച് യാതൊന്നിനെക്കുറിച്ച് ബോധമില്ല. അവൻ ഉണർന്നു വരുമ്പോഴാണ് അതിനെക്കുറിച്ച് ബോധം വരുന്നത്. നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ നമുക്ക് ഇപ്പോൾ അധികം അടുത്തിരിക്കുകയാണ്. രാത്രി കഴിവാറായി പകലടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചു കൊള്ളുക. നമ്മെ സംബന്ധിച്ച് നമുക്ക് ലഭിച്ചിരിക്കുന്നതായ വെളിച്ചം, നമുക്ക് ലഭിച്ചിരിക്കുന്നതായ അവസരങ്ങൾ ഇത് നഷ്ടപ്പെടുത്താതെ നോക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കൊലോസ്യർ 4:5 വാക്യം. സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ പെരുമാറുക. സമയം തക്കത്തിൽ ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഓരോ അവസരങ്ങളും വേണ്ടും വണ്ണം ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അതാണ് നമ്മെ സംബന്ധിച്ച് ദൈവത്തിൻ്റെതായ പദ്ധതി എന്ന് പറയുന്നത്. 1 കൊരിന്ത്യർ 7:29 വാക്യം. എന്നാൽ സഹോദരന്മാരെ, ഇതൊന്നും ഞാൻ പറയുന്നു, കാലം ചുരുങ്ങിയിരിക്കുന്നു. എന്നാൽ സഹോദരന്മാരെ, ഞാൻ ഒന്ന് പറയുന്നു, കാലം ചുരുങ്ങി, അല്ലെങ്കിൽ ഇനി അവസരങ്ങളില്ലാത്തതായ സമയത്തേക്ക് കടന്നു പോവുകയാണ്. സഭാപ്രസംഗി 3 വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. സഭാപ്രസംഗി 12:1. സലോമൻ ജീവിതത്തെക്കുറിച്ച് പരിശോധിച്ച ശേഷം, ജീവിതത്തെക്കുറിച്ച് പഠിച്ച ശേഷം അവൻ സംഗ്രഹിച്ചുകൊണ്ട് പറയുകയാണ്. 12:1 വാക്യം. നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ദുർദിവസങ്ങൾ വരികയും എനിക്കിഷ്ടമല്ല എന്ന് നീ പറയുന്ന കാലം സമീപിക്കുകയും. നോക്കുക, യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ അറിഞ്ഞോളെങ്കിൽ ചെറുപ്പകാലത്ത് തന്നെ സോളമൻ ഇത് പറയുമ്പോൾ തനിക്ക് ഒരു വലിയ നഷ്ടബോധത്തിൻ്റെതായ ചിന്തകളിൽ നിന്നുകൊണ്ടാണ് സോളമൻ പറയുന്നത്. സലോമൻ തൻ്റെ ജീവിതത്തിൽ താൻ നഷ്ടപ്പെടുത്തി കളഞ്ഞതായ ഒരു യൗവനകാലം ഉണ്ടായിരുന്നു. ജീവിതത്തെക്കുറിച്ച്, ചിരിയെക്കുറിച്ച്, അങ്ങനെ സന്തോഷത്തെക്കുറിച്ചൊക്കെ ചിന്തിച്ച് അവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞതായ ഒരു വലിയ കാലഘട്ടം. ഓരോ മനുഷ്യനെയും കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അവൻ്റെ ജീവിതത്തെക്കുറിച്ച് ഓരോ തവണ ചിന്തിച്ച് അവൻ ആലോചിച്ച് ഒരു വലിയ കാലഘട്ടം മുഴുവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു. താൻ എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴേക്കും തൻ്റെ ആ യൗവനകാലം തന്നെ വിട്ട് കടന്നുപോയി. അതുകൊണ്ടാണ് പറയുന്നത്, നിൻ്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. എന്നിട്ട് അവസാനം 13-14 വാക്യം എഴുതിക്കൊണ്ടാണ് ഈ ഒരു പുസ്തകം അവസാനിപ്പിക്കുന്നത്. 13-14. എല്ലാത്തിന്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക. അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടത്. ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തികളെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. നോക്കുക, എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക. ഇതാകുന്നു സകല മനുഷ്യർക്കും നല്ലത്, വേണ്ടുന്നത്. നോക്കുക, ദൈവത്തിൻ്റെതായ ഇവിടെ അതിൻ്റെ 11:9 കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ വായിക്കാം.
യൗവനക്കാര നിന്റെ യൗവനത്തിൽ സന്തോഷിക്കുക. കാലത്തിൽ യൗവനകാലത്തിൽ നിന്റെ ഹൃദയം ആനന്ദിക്കട്ടെ. നിനക്ക് ഇഷ്ടമുള്ള വഴികളിലും നിനക്ക് ബോധിച്ച വണ്ണവും നടന്നുകൊള്ളുക. എന്നാൽ ഇവയൊക്കെ നിമിത്തം ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമെന്നറിയാം. മതി. യൗവനക്കാരാ നിന്റെ യൗവനത്തിൽ സന്തോഷിക്കുക. യൗവനകാലത്ത് നിന്റെ ഹൃദയം ആനന്ദിക്കട്ടെ. നിനക്ക് ഇഷ്ടമുള്ള വഴികളിലും നിനക്ക് ബോധിച്ച വണ്ണവും നടന്നുകൊള്ളുക. സലോമോൻ പറയുകയാണ്, നിനക്ക് ഇഷ്ടമുള്ള വഴികളിലൊക്കെ നടക്കാം. പക്ഷെ ഒരു കാര്യം മറക്കരുത്, നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും, നീ ചെയ്യുന്നതായ ഓരോ പ്രവൃത്തികൾക്കും തക്കതായ ദൈവത്തിൻ്റെ പക്കൽ നിന്നൊരു പ്രതിഫലം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് അതിന് തക്കതായ ഒരു കാര്യം സംഭവിക്കും. ഇവിടെ പറയും ഇങ്ങനെയാണ്, എന്നാൽ ഇവയൊക്കെ നിമിത്തം ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമെന്നറിയുക. ഇത് മനസ്സിലാക്കാതെ നീ കടന്നു പോകരുത്. അതിനുശേഷമാണ് 13 വാക്യം പറയുന്നത്, എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക. ഇതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. എല്ലാ മനുഷ്യർക്കും വേണ്ടുന്നത് ദൈവത്തെ മനസ്സിലാക്കിക്കൊണ്ട്, ദൈവത്തിന് വേണ്ടി കീഴ്പ്പെട്ടുകൊണ്ട്, ദൈവത്തിൻ്റെതായ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട്, സമയത്തെ ക്രമീകരിച്ചുകൊണ്ട് ഭൂമിയിൽ ജീവിക്കാൻ കഴിയുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായ വിഷയം. അതാണ് ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. ഒരു വാക്കുകൾ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. മത്തായി 6:34. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്, നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ. അതാത് ദിവസത്തിന് അന്നന്നത്തെ ദോഷം മതി. അതാത് ദിവസത്തിന് അന്നന്നത്തെ ദോഷം മതി. നാളെക്കുറിച്ച് വിചാരപ്പെടരുത്. നാളെയല്ല നമ്മുടെ ജീവിതം, ഇന്നാണ് നമ്മുടെ ജീവിതം. ഇന്ന് മാത്രമാണ് നമ്മുടെ ജീവിതം. നാളത്തേത് ദൈവം തരുന്നെങ്കിൽ മാത്രം നാളെ ജീവിക്കാം. ഇതാണ് ജീവിതത്തിൻ്റെതായ അവസ്ഥകളെന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ പല പ്രായത്തിലുള്ളവരാണ്, പല സമയങ്ങളിൽ അല്ലെങ്കിൽ പല കാലഘട്ടങ്ങളിൽ പല സമയങ്ങളിൽ ജനിച്ചവരാണ്. നമ്മുടെ നഷ്ടപ്പെട്ടു പോയ സമയങ്ങളെക്കുറിച്ചുള്ളതായ ഒരു ചിന്ത നമുക്ക് തരുന്നെങ്കിൽ ഈ ഒരു സന്ദേശം, അയ്യോ ഞാൻ ഇത്രമാത്രം സമയത്തെ നഷ്ടപ്പെടുത്തി കളഞ്ഞവനാണ് എന്നുള്ളതായ ഒരു ചിന്തയിലേക്ക് നമ്മെ കൊണ്ടുവരുന്നെങ്കിൽ അതാണ് ഏറ്റവും വലിയ ദൈവത്തിൻ്റെ അനുഗ്രഹമെന്ന് പറയുന്നത്. ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാട്ടെ. പ്രാർത്ഥിക്കാം.